തായ്ലാൻഡ് വന്നിട്ട് ഒരു ബൈക്ക് റൈഡ് അത് നമ്മളെ സ്വപ്നമായിരുന്നു. അല്ല ഞാൻ ഇവിടെ മാത്രമേ കേട്ടിട്ടുള്ളൂ സ്റ്റിക്കി വാട്ടർഫാൾസ്. അതായത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ കൂടെ നമുക്ക് നടന്ന് കയറാം. നമ്മൾ വൈദ്യുതി വികത്തില്ല. ബാക്കി എല്ലായിടത്തും നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കിടക്ക് പോയി കഴിഞ്ഞാൽ വൈദ്യുതി വിക ചെയ്യാം. ഇത് വൈദ്യുതി വികാതെ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഇങ്ങനെ നടന്ന് കയറാം. ഓ കൂൾ ഗൈസ്, പഠിക്കുന്നേ ഇല്ല. അയ്യേ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഫ്രം തായ്ലാൻഡ്, ചാങ് മായ്. ഇന്ന് ഒരു അഡ്വഞ്ചർ ഡേ ആണ്. കിടിലൻ ദിവസമായിരിക്കും. പക്ഷേ വെതർ ഈസ് ലൈക്ക് ഇപ്പം മഴ പെയ്യും, ഇപ്പം പെയ്യും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. സോ നമുക്കിന്ന് ഒരുപാട് പരിപാടികളുണ്ട്. അയ്യോ, ഹെൽമെറ്റിൻ്റെ കടയുണ്ട്. സംഗതി ഞങ്ങൾ ഇന്നൊരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട്, അതായത് ഇവിടെ മോട്ടോർ സൈക്കിൾ എന്ന് പറയാം, ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് കുറച്ച് വെറൈറ്റി സ്ഥലത്തോട്ടൊക്കെ പോവാണ്. അതായത് നിങ്ങളെല്ലാവരും വെള്ളച്ചാട്ടം എന്ന് കേട്ടിട്ടുണ്ടാവും. വെള്ളച്ചാട്ടത്തിലേ ആരെങ്കിലും തപ്പി പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ. അതായത് ലോകത്ത് ഞാൻ ഇവിടെ മാത്രമേ കേട്ടിട്ടുള്ളൂ സ്റ്റിക്കി വാട്ടർഫാൾസ്. അതായത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ കൂടെ നമുക്ക് നടന്ന് കയറാം. നമ്മൾ വൈദ്യുതി വികത്തില്ല. ബാക്കി എല്ലായിടത്തും നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കിടക്ക് പോയി കഴിഞ്ഞാൽ വൈദ്യുതി വിക ചെയ്യാം. ഇത് വൈദ്യുതി വികാതെ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഇങ്ങനെ നടന്ന് കയറാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് ബൈക്ക് റെൻറ്റിന് എടുക്കാം. അതിന് ശേഷം നമ്മൾ ഓരോ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞങ്ങൾ ബൈക്ക് റെൻ്റലിൻ്റെ ഷോപ്പ് തപ്പി ഇങ്ങനെ നടക്കുകയാണ്. പലതും തുറന്നിടില്ല. ഫോൺ നോക്കി നോക്ക്. നമ്മളെ പണ്ടത്തെ MITയിൽ ഒരു സാധനമൊക്കെ വെച്ച് കെട്ടിയിട്ട് അതൊരു ചിന്നൊരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പോലെ ആക്കിയിരിക്കുകയാണ്. ഒരുവിധ സാധനമൊക്കെ അതിൽ കൊണ്ടുപോകാം. നല്ല രസമുണ്ട്. ഓക്കെ. സോ ഗൈസ്, ഇതാണ് നമ്മളെ ബൈക്കുകൾ. ഇതിലേത് വേണേൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഹോണ്ടയുടെ ഏതൊരു വണ്ടിയുണ്ട്, ക്ലിക്ക് ഉണ്ട് 125cc. വേറെ ഏതൊരു വണ്ടിയുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനാണെങ്കിൽ 250 ബാത്ത്, വീക്കാണെങ്കിൽ 1400 ബാത്ത്, ഒരു മാസത്തിന് റെൻറ്റ് എടുക്കാം 3500 ബാത്തേ ഉള്ളൂ. അല്ലെ ഏതെടുക്കും നമ്മൾ? ഏത്? ക്ലിക്കോ? ക്ലിക്ക് കൊള്ളാം. ക്ലിക്കിൻ്റെ ടയർ പറ്റ ചെറുതല്ലേ? അത് 125cc. ഇതോ? ഇത് നല്ല രസമല്ലേ? യെസ്, ഇത് കിട്ടുകയാണെങ്കിൽ പൊളിക്കും. ലെറ്റ്സ് സീ. മൊബൈൽ ചാർജറും എല്ലാം ഉണ്ട് ഇതിനകത്ത്. Can we get this one? Yeah. Okay. Okay, no problem. സിമ്പിളാണ്. 250 ബാത്ത് ഒരു ദിവസത്തെ റെൻ്റലും 1000 ബാത്ത് ഡെപ്പോസിറ്റും. അപ്പോൾ നമുക്ക് ഈ വണ്ടി കിട്ടും. കൂൾ ഗൈസ്. പൈസ കൊടുക്ക്. This is the deposit. മറ്റേതോ? Passport. Both. Just one is fine. ഇന്ത്യല്ലേ? ബാക്കി പൈസ പേഴ്സിനകത്ത് വെക്കാം. Thank you. ഇതുപോലത്തെ ഒരു സാധനം നിങ്ങളെ കയ്യിൽ വേണം. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, IDP എന്നാണ് പറയുക. ഇതിവിടെ വേണം കേട്ടോ. ഇതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റൂ. നമ്മളെ സാധാ ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇവർ വണ്ടി തരും, പക്ഷേ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈൻ കൊടുക്കണം. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂ ഇല്ല. അപ്പം ഇത് നമ്മൾ പിന്നെ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഓൺലൈനിൽ IDPക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ RTO ഓഫീസിൽ വരും. 2 ദിവസം കൊണ്ട് ഇത് അപ്രൂവലായി കിട്ടും. വീട്ടിലേക്ക് വരണ കുറച്ച് ദിവസം എടുക്കും. അപ്പം 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ RTO ഓഫീസ് ഏതാണോ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇത് പ്രിൻ്റ് എടുത്ത് തരും കേട്ടോ. അപ്പം എല്ലാവരും ഇത് 1 വർഷത്തേക്ക് ഉണ്ടാവുക. എടുക്കാൻ എത്ര 1200 1500 ഇടയിൽ അത്രത്തോളമാണ്. ഓക്കെ, ഇത് ഒരു 10 മിനിറ്റ് പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ടൈം എടുക്കും. അവരെന്തൊക്കെയോ നമ്മളെയും കൊണ്ട് ഒപ്പിടിക്കും തോന്നുന്നു. അതായത് ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ അതൊക്കെ. ഓക്കെ ഷുവർ. വേർ?
this brown motorbike. Okay. 220 euros. Okay. Okay, this your keyboards. Okay. This is channel. Okay. This guy full tank. Okay. You return back is the full tank. Sure. Okay. And start you make sure king. Yeah. Step, Mm-mm. and you need to hold Uh, two balls Okay. left or right okay. and start Okay. this and press the start button. Okay. 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 Yes. The gas it have into the seat. Okay. Another seat. Okay. Yes. Here, We right? use only 91 or 95. Okay. Okay. Yeah. Mm. Okay. Okay. Okay, you can take photo and video. Yeah. Yeah. Yes. ഇവിടെ സ്ക്രാച്ച് കണ്ടില്ല അവിടെയൊക്കെ എടുത്തിരുന്നോ? ഓക്കെ. സോ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. നെക്സ്റ്റ് 24 hours ദിസ് ഈസ് അവർ ബൈക്ക്. Please put your phone. ഓക്കെ, ഗൂഗിൾ മാപ്പ്. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, നമ്മളെ വണ്ടി റെഡിയാണ്. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. നാളെ തിരിച്ച് കൊണ്ട് ഇവിടെ വരുമ്പം ഇത് ഫുൾ ടാങ്ക് അടിക്കാം. നമ്മളെ വണ്ടി നമ്പർ 508. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇവന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, കാരണം ഇവൻ്റെ കയ്യിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അപ്പം ഞാനായിരിക്കും ഇതിൻ്റെ ഡ്രൈവർ. സോ ഗൈസ്, ഗൂഗിൾ മാപ്പ് വെക്കുന്നു, ഒറ്റ വിടൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇത് വൺ ആൻഡ് ഓൺലി സ്റ്റിക്കി വാട്ടർ ഫാൾസ്. ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. വരുന്നു, സ്റ്റാർട്ടാക്കുന്നു. വണ്ടി 2144 കിലോമീറ്ററാണ് ഓടിയത്. ഇവർ മറ്റേ കിലോമീറ്ററിൻ്റെ പ്രശ്നമൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ടത് ഏകദേശം ഒരു 50 കിലോമീറ്റർ അപ്പുറത്തോട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അത്രയും പോകുന്നുണ്ട്. ഓർക്ക് എണ്ണ ഫുൾ അടിച്ച് വെച്ചാണ് വണ്ടിയിൽ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതേ എണ്ണ ഈ വണ്ടിയിൽ വേണം. പിന്നെ വണ്ടിക്ക് പരിക്കുകളോ കാര്യങ്ങളോ, ഹെൽമെറ്റ് പിടി, പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ലെറ്റ്സ് സീ. സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. റെഡി. പുള്ളി നമുക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ്. അതല്ല, ഒരു പ്രോട്ടോകോൾ ആയിരിക്കും. അതിങ്ങനെ കാണിച്ചെന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഇല്ല എന്നൊക്കെ. എന്തായാലും സെറ്റ്. നമ്മളെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കാറ്റടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലിതാ നമ്മൾ ഇതൊക്കെ GPS ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അബീൻ്റെ ഫോണിൽ. എന്നിട്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നിയമം സുഖമാണ്, കാരണം ഇന്ത്യയിൽ ഓടിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ എന്ത് വരുന്നത്, സ്റ്റാരിങ്ങും കാര്യങ്ങളും വരുന്നത് ഇന്ത്യത്തെ പോലെ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് റോഡ് മാറി ഓടിക്കുന്ന ആ ഒരു പ്രശ്നം വരില്ല എന്നാണ് തോന്നുന്നത്. സോ നമ്മൾ ഇതാ പറന്ന് പോവുകയാണ്. സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് വരും, അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പതുക്കെ സാവധാനം ഓടിക്കുക. വേറൊരു രാജ്യത്താണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത് ഓർമ്മ നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ, നമ്മൾ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് കൂടെയാണ് ഇത് പോണത്. നമ്മൾ ഹോസ്റ്റലിൽ വണ്ടി ഉണ്ട് എന്ന് പറയുന്നത്, പക്ഷേ വണ്ടി തരണമെങ്കിൽ ആ മറ്റേ പെൺകുട്ടി വരണം, അവളാണ് ഇപ്പോൾ ഒന്നും വരില്ല എന്നൊക്കെ പറയുന്നത്. ഇതാണ് നമ്മൾ ഹോസ്റ്റൽ. ഇതാ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ട്, അതോ മഴ പെയ്യല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പോകണം. നമുക്ക് 57 കിലോമീറ്ററാണ് ഓടാനുള്ളത്. 59 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ഈ സ്കൂട്ടർ ഓടിക്കണം. ഞങ്ങളിതാ ടൗണിലാണ് ഉള്ളത്. ആദ്യം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഒരിക്കലും ചെറിയൊരു പേടിയുണ്ട് വണ്ടി ഓടിക്കാൻ. എത്രയോ വണ്ടി ഓടിക്കുന്നു, എന്നാലും വേറൊരു രാജ്യത്തായത് കൊണ്ട് ചെറിയൊരു പേടി, എന്നാലും രസമുണ്ട്. ഇപ്പോൾ നമ്മൾ ടൗണിൽ ബ്ലോക്കിലാണ് ഒടുങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ ടൗൺ വിട്ടിട്ട് പോകും കേട്ടോ. അപ്പം വലിയ ബ്ലോക്കില്ലാത്ത സ്ഥലത്തൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ പോണ വഴിക്ക് എന്തെങ്കിലും ഗ്രാമക്കാഴ്ചകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറെ കാണിച്ചു തരാം. ഗ്രാമം കാണിക്കാനായിട്ട് നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വേറെ വെറൈറ്റി സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. സിഗ്നൽ വീണിട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ, കുത്തിക്കയറ്റലൊക്കെ ഉണ്ട്. ഇവിടെ ബൈക്കല്ല കുത്തിക്കയറ്റിന്, പകരം വലിയ വലിയ ട്രക്കുകൾ, കാറ് ഓടിക്കുന്നവരാണ് ഇതിവിടെ കുത്തിക്കയറ്റുന്ന കാര്യം. വാവ്, നൈസ്. നല്ല കിടിലൻ റോഡ് കഴിച്ച്. റോഡിന് കുണ്ടും കുഴിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നൈസാണ്.
നമ്മൾ വണ്ടി ഓടിച്ച് എത്രയോ കിലോമീറ്റേഴ്സ് ഓടിച്ചു. ഇപ്പം നമ്മൾ നല്ല പച്ചപ്പ് നിറഞ്ഞ സിംഗിൾ റെയിൻ റോഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ മാത്രമേ പതുക്കെ പോകുന്നുള്ളൂ. ഫോറിനേഴ്സൊക്കെ ബൈക്ക് എടുത്തിട്ട് പറക്കുക ഗൈസ്. നമ്മളൊരു ഹില്ലി ഏരിയയിൽ കൂടെയാണ് പോണേ തോന്നുന്നത്. കുന്നൊക്കെ കയറിയിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും വില്ലേജുകളും അതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അബിയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബോർഡുകളൊക്കെ ഇവരെ ലോക്കൽ ലാംഗ്വേജ് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വല്ലാണ്ടൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെ എടുത്തെടുത്ത് പോവാം. ഇനി നമുക്ക് 19 കിലോമീറ്റർ 21 മിനിറ്റാണ് ഉള്ളത്. ലെറ്റ്സ് ഗോ. കിടിലൻ എക്സ്പീരിയൻസ് ഗൈസ്. മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഒരു ട്രൈ നിങ്ങൾ നടത്തണം. വളരെയധികം സൂപ്പറാണ് ഗൈസ്. വണ്ടി ഉണ്ടോ? നീയാ നോക്കണ്ടേ, ഞാനല്ല. എന്നാ വേണ്ട. ഓക്കെ, അപ്പം കാട്ടിലൂടെ ഉള്ളൊരു യാത്രയാണ്. നമ്മളൊരു മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ഒക്കെ പോണ ഒരു ആംബിയൻസ് ആണ് ഉള്ളത്. ആ വണ്ടി ഇനി താതിക്കോ. നമ്മളിതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട്, ഒരു ഗ്രാമത്തിലാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞി ബോർഡ് അവിടെ കണ്ട്. അപ്പം ഞാൻ അബീനെ വിട്ട് ട്രാൻസ്ലേറ്റർ ഇല്ലേ എന്ത് പുള്ളിക്ക് എന്ത് ഫുഡോ? അപ്പം ഇത്ര നേരം എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് നോക്കുമ്പോൾ പുള്ളിക്കില്ല. നീ എന്താ പറഞ്ഞേ? ചിക്കൻ എന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളി ആദ്യം പറഞ്ഞു ഉണ്ടെന്ന്. അപ്പം നമ്മൾ അടിച്ചു കൊടുത്തപ്പോഴാണ് പുള്ളിക്ക് കൃത്യം മനസ്സിലായത് എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചിക്കനാണ്. പുള്ളി ഉദ്ദേശിക്കുന്ന ചിക്കൻ വേറെ എന്തോ തോന്നുന്നു. പുള്ളി ചിക്കൻ ഉണ്ടെന്ന് എടുത്ത് പറഞ്ഞു. യെസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ എന്തായാലും കോമഡി ആയിട്ടുണ്ട്. എന്നാ പിടി. പട്ടി അടിക്കാൻ ഓഫായത് ഇല്ല, ഓഫായിട്ടില്ല. അപ്പോൾ ഗൈസ് നിൽക്ക്, ഓഫല്ലല്ലോ നോക്ക്. അപ്പം ഇത് ടൈറ്റ് ചെയ്യട്ടെ ഗൈസ്. ഐഫോൺ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. മുന്നേ നിർത്തി കൊടുത്ത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അവിടെ പോർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അബിക്ക് മനസ്സിലായത്. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത്. പുള്ളി ആദ്യം ചിക്കനാണെന്ന് പറഞ്ഞ് എടുക്കാൻ ഓക്കെ എന്തോ ഭാഗ്യത്തിന് അതല്ല. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ റെഡിയാണ്. നമ്മളിന്ന് ഒരു സാധനം പോലും അകത്തോട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഒരു ലാറ്റയും ഒരു ബബിൾ ടീയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഗ്രാമങ്ങളിലൊക്കെ ഉള്ള പോലത്തെ കടയാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ കടയില്ലാന്ന് തോന്നുന്നു. പഴം, ബനാന, പിന്നെ കുറച്ച് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ്, ഫുള്ള് ബനാനയും പിന്നെ പച്ചക്കറി ഐറ്റംസൊക്കെയാണ്. തക്കാളിയുണ്ട്, മുളകുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ചേച്ചിമാരൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുക. ഇവിടെ വലിയ കച്ചവടമൊന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ വണ്ടികൾ നിർത്തിയാൽ നിർത്തി. അപ്പോൾ നമ്മൾ ഈ കടയിലാണ് ലാറ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. എത്ര രൂപ ആവുമെന്ന് നമുക്കറിയില്ല, കുടിച്ച് നോക്കാം. അതാ ലാറ്റ 30 ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ 30 ഉള്ളൂ ഇവിടെ. അത് ബബിൾ ടീ. അതങ്ങനല്ല, ഇത് എഴുതിയതും വ്യത്യാസം വരുന്നത് എങ്ങനെ അറിയാം? നമ്മൾ കുടിച്ച് കഴിയുമ്പോഴാണ് അറിയാത്ത ലാർജ് ആയിരുന്നു നമുക്ക് തന്നത്. ഏറ്റവും ചെറുതിനാണ് അങ്ങനത്തെ ഒരു വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കേക്ക് വല്ലതും വേണോടാ? കുറച്ച് കേക്കൊക്കെ ഉണ്ട് ഇവിടെ. എങ്ങനെ? അതന്നെ, ഫ്രൂട്ട് പൈ ഉണ്ട് ഇവിടെ. എന്തൊക്കെയോ ഉണ്ടടാ. കേക്ക് വല്ലതും ഉണ്ട്. കേക്ക് കഴിക്കാം. ഒന്നും റെഡിയാ. ഇതാ ഇവിടെ ഇത് കേക്കുണ്ട്, ഇത് ബിസ്ക്കറ്റ്. ഞാൻ ഇതൊരെണ്ണം എടുക്കട്ടെ. അക്ക പിന്നെ എന്താ കഴിച്ചു നോക്ക്, പൊട്ടിച്ചു നോക്ക്. വേറെന്താ? അയ്യോ,
വെറുതെ ഒരു വികാരമില്ലാത്ത ഫുഡ്. ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് ഇവിടെ എവിടെ ഭക്ഷണം കിട്ടുന്നുള്ളത് ചോദിച്ചു നോക്കാം. ആൻഡ് ഗെറ്റ് ഫുഡ് ടു ഈറ്റ്. ആ ആ ที่เราสามารถหาอาหารกินได้ อ๋อ ആ noodle or like റൈസ് oh okay ചിക്കൻ ആൻഡ് റൈസ്. นะบอกว่าน้องต้องซ่องหาร้านข้าวอ่ะที่ไปเข้าแล้วไม่ได้เส้นถ้าไปตะบนนั้นปะเปิดหรือเปล่า Kana, ก็ไปเป็นแต่เปิดนี่นี่ ഓൺ ദ വേ. yeah. ഓക്കെ ഓക്കെ ഓക്കെ. ചിക്കൻ ആൻഡ് റൈസ് മേടിച്ചോട്ടെ. ไก่และข้าวไก่และข้าว ആ ഗൈസ് പോണ വഴിക്ക് കിട്ടും. കിട്ടും ഇനി 12 കിലോമീറ്റർ എത്തു. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഇത് കുടിച്ചിട്ട് വിശപ്പ് മാറുമെങ്കിൽ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് തിരിച്ചു. എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആണോ സാധനം വലിയ ക്ലാസ് ഇല്ലേ? ആണോ ചേച്ചി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ എന്തോ പറയുന്നു. കീപ് ഗോയിങ് സ്ട്രൈറ്റ് ആൻഡ് ദ ഷോപ്പ് വിൽ ബി ഓൺ ദ ലെഫ്റ്റ്. ഓ താങ്ക് യു. കപ്പം കാം. Have red side. ഓക്കെ ലെഫ്റ്റ്. ഓക്കെ അപ്പോൾ നമുക്കുള്ള കോഫി റെഡി. ബബിൾ ടീ എന്നാടാ. ഞാൻ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തന്നില്ലേ, മോശമായി പോലെ. നല്ല കോഫി വിത്ത് മിൽക്ക് വിത്ത് ഐസ്. എന്റെ പുറകെ ടാറ്റ കാണിക്കുന്നുണ്ട്. ഹലോ കപ്പും ഹാം. ഇവരെ ഭാഷ അറിയാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. രസമുണ്ട് ഗൈസ്.55 45 55 55 ഓക്കെ. ഒരു 5 തന്നാൽ മതി. ആണെന്ന് ചോദിക്കേ. വി ടുക്ക് വൺ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഗൈസ് ഭാഷ അറിയാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ പെൺകുട്ടിയൊക്കെ ഒന്നും ഭാഷ അറിയില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ. കുടിക്കണ്ടേ? പോണെങ്കിൽ ഇങ്ങനെ കുടിച്ചു പോവാം. നമ്മളിതാ വാട്ടർഫാൾസിലോട്ടുള്ള റോട്ടിലോട്ട് കയറുകയാണ്. ഇതാ ഇനി ഏകദേശം ഒരു 3 കിലോമീറ്റർ നേരെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർഫാൾസിലോട്ട് എത്തും. അവിടെ എത്തിയിട്ട് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പോയി നോക്കട്ടെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതായിരിക്കണം. ഹലോ സവാദിക്കാം. Address India. ഇന്ത്യ. Motorbike number ദിസ് വൺ. 508. Phone number ค่ะ ഫോൺ നമ്പർ. India phone number. okay.ขอบคุณค่ะ ആണോ? ഫൈനലി നമ്മൾ ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഇതൊരു വലിയൊരു പാർക്കാണ് കേട്ടോ. വലിയൊരു പാർക്കാണ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ചെറിയ എന്തോ ഒരു പരിപാടിയാണ്. പക്ഷേ ഇവിടെ ഇതിനകത്തൊരു കഫേ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു പാർക്കാണ്. ഇവിടെ താക്കോലില്ല ചോദിച്ചു പോയി കഴിഞ്ഞാൽ സീനാണ്. അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുവരെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ബൈക്കിന് പാർക്കിംഗ് ഇവിടെ. അവിടെ നമ്മൾ വന്നപ്പം നമ്മളെ ഏത് രാജ്യത്തു നിന്നാണ്, നമ്മളെ കോണ്ടാക്ട് നമ്പർ, പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒന്ന് എഴുതി വെച്ചു.
അതത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും മേടിച്ചില്ല. ടിക്കറ്റ് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ കഫേയിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. അയ്യോ, പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഏറ്റവും വലിയൊരു ഇൻസെക്യൂരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇവർ കാണിക്കുന്ന റേസിസ്റ്റ് ചിന്താഗതി. അതായത് നമ്മളെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ് ഗൈസ് അല്ലേ? അത് കർമ്മന്മാരെന്നുള്ളൊരു പുച്ഛം, പിന്നെ ഇന്ത്യക്കാരെന്നുള്ളൊരു പുച്ഛം, രണ്ടും കൂടി ആകുമ്പം ഭയങ്കര എന്തുവാ, എല്ലാവരും വെളുത്തിട്ട് നമ്മൾ മാത്രം. അപ്പം ആൾക്കാർ നമ്മളെ കാണുമില്ലേ ഒരു മാറി നടക്കുക, ഒരു ചടപ്പ് ഗൈസ്. അപ്പം നമ്മളെ മനസ്സില്ലേ ഡൗൺ ആവുക. ഏത് അയ്യേ വെളുത്തിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലില്ലേ, ആ ഒരു സംഗതിയിലോട്ട് നമ്മളെ മനസ്സ് പോവാം. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസിലോട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഈ സിക്കി വാട്ടർഫാൾസ് നമുക്കൊരിക്കലും താഴോട്ട് ഇറങ്ങി നടക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് മേലോട്ട് കയറി വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഷൂ നനയുന്നതുകൊണ്ട് നമ്മളെന്താക്കും, നമ്മളെ ഷൂസും ഷോക്സൊക്കെ ഇവിടെ അയച്ച് വെച്ചിട്ട് വേണം പോകാൻ. അപ്പം ഞങ്ങളിതാ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഷൂസ് മാറിപ്പോയത് കേട്ടോ. എന്നിട്ട് നമ്മൾ താഴോട്ട് നടക്കുകയാണ്. യെസ്, അതാണ് സ്റ്റിക്കി വാട്ടർഫാൾസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം താഴോട്ട് നടക്കുക, താഴോട്ട് നടന്നിട്ട് അവിടുന്ന് മേലോട്ട് കയറി വരാം. ഇത് എത്രത്തോളം ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും താഴോട്ട് പോയി നോക്കാം. താഴോട്ട് ഇതുപോലത്തെ മരത്തിൻ്റെ സ്റ്റെപ്പാണുള്ളത്. ഇതിങ്ങനെ ഇറങ്ങി താഴോട്ട് പോവാണ്. കുറേ ദൂരമൊന്നുമില്ല നടക്കാൻ, ഒരു 5 മിനിറ്റ് വാക്ക് താഴോട്ട്. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് കയറണം. അത് എത്ര മിനിറ്റ്സ് വാക്കാണ്, എങ്ങനെയാണ് കയറുക എന്നൊന്നും അറിയില്ല. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കുറയുന്ന സമയത്ത് കയറാം. കാരണം ഇവരെ കൂടെ കയറി കഴിഞ്ഞാൽ നടന്നില്ലെങ്കിൽ പറയാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ താഴെ പോയിട്ട് ഓരോ കാഴ്ചകൾ കയറണം. അതുകൊണ്ട് വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങാണ്ട് അത് സെക്ഷനായിട്ടുണ്ടാ. വേണമെങ്കിൽ പകുതിക്കെന്ന് വെച്ചിട്ട് കയറാം, ഇതിലേക്ക് താഴെ പോയിട്ട് മുഴുവനായിട്ട് കയറാം. നമ്മൾ ഫൈനലി നമ്മളേറ്റവും ലാസ്റ്റുള്ള പോയിന്റിലെത്തി. അതായത് ഇവിടെ മേലെ ഒരു പോയിൻ്റ് ഉണ്ട്, രണ്ടാമതുണ്ട്, മൂന്നാമതുണ്ട്. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ചളി കളറാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റിക്കി ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വഴിക്കത്തൊന്നും ഉണ്ടാവില്ല, കൂളായിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ക്യൂ ആണ് ഗൈസ്, കയറാൻ വേണ്ടി ക്യൂ ആണ്. ഇതിൽ ഒരു മണ്ടത്തരം കാണിച്ച് വരുത്തുന്നുണ്ട്, പാൻറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എടാ അതിലിറങ്ങണോ? എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ അതിലേക്ക് കയറാം. ഓ ഗൈസ്, കാണാനുള്ളൊരു ചൂടുവെള്ളം പോലെ തോന്നുമെങ്കിലും കറക്റ്റ് പച്ചവെള്ളം. ലിറ്റിൽ ബിറ്റ് കോൾഡ്. ഓ ഗൈസ്, നമ്മളെ പാൻറ്റൊക്കെ നനഞ്ഞു, അല്ല ട്രൗസറൊക്കെ നനഞ്ഞു. കണ്ടോ, ഇതാണ് സംഭവം. ഇത് വഴുക്കത്തില്ല എന്നാണ് പറയുന്നത്, കണ്ടു കഴിഞ്ഞാൽ നല്ല വഴുക്കും. ഓ കൂൾ ഗൈസ്. ഞാനിത് കയറാൻ പറ്റുമോ വയനാട്ടുകാരൻ എന്നുള്ള കോൺഫിഡൻസിൽ. ഓ കൂൾ ഗൈസ്, വഴുക്കുന്നേ ഇല്ല. അയ്യേ, നമുക്കിത് കൂളായിട്ട് കയറാം. കൂളടാ, ഒരു വഴുക്കലും ഇല്ല ഗൈസ്. ഇതൊക്കെ ഇത് ഫോറിനേഴ്സിനാണ് കുറച്ചെങ്കിലും വഴുക്കലുള്ളത്, നമുക്കിതൊരു ഒട്ടും വഴുക്കലില്ല. നമുക്കിത് കൂളായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, കണ്ടു കഴിഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ വഴുക്കി വിൽക്കുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷേ ഒരു വഴുക്കലുമില്ല. നോക്ക്, ഇത് ഈ നടന്നു വന്ന കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നു നിങ്ങൾക്ക്? ഞാനിപ്പോൾ വഴുക്കി വിൽക്കുന്നല്ലേ? ഇല്ല, ഒരു വഴുക്കലുമില്ല. ഭയങ്കര കൂളായിട്ട് സിമ്പിളായിട്ട് ഈസി പീസി. വഴിക്ക് വീണ കോമഡിയാവും, അപ്പം സ്റ്റിൽ ഈസി പീസിയാണ്. ഇതാ ഒന്നുമില്ല ഗൈസ്, വെരി സിമ്പിൾ. ഇതാ
നമ്മൾ നടന്നിട്ട് നമ്മൾ സെക്കൻഡ് പോയിന്റിലെത്തി. ഇതൊക്കെ കണ്ടാൽ വിചാരിക്കും നമ്മളിപ്പോൾ വഴിക്ക് വീകും എന്നുള്ളത്. ഓക്കെ, പക്ഷെ നോക്കിയോ, വെരി ഈസി. നമുക്ക് എന്തൊരു സുഖമായിട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത്. ഭയങ്കര കൂൾ ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പോയിന്റിലെത്തി. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് വാക്കിങ്ങൊക്കെ ഉള്ളൂ, പക്ഷെ ഭയങ്കര ക്യൂ ആണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടാ? നമ്മൾ നല്ല വഴിക്കലാണ്. നല്ല ഗ്രിപ്പാ. ഒരു വഴിക്കലും ഇല്ല. ഇത്രയും നേരം ഇവിടെ സായിപ്പായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. സായിപ്പിനൊക്കെ ഇത് ഭയങ്കര വഴിക്കൽ. നമുക്ക് ഇതൊന്നുമല്ല കേസ്. ഞാനിവൻ കയറി, മുന്നിലുള്ളവൻ കയറി പോകുന്നില്ല. അപ്പോൾ ഞാൻ ഓനെ വെയിറ്റിംഗ് ആണ്. അവൻ പോയിട്ട് വേണം എനിക്ക് കയറിപ്പോയി. ഇവർക്കൊക്കെ ഭയങ്കര പേടി ഗൈസ്. ഇവർക്കൊക്കെ ഇത് ഭയങ്കര പേടി. ഞമ്മക്കിത് കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂൾ. ഗൈസ് ഇവിടെ എന്തൊക്കെയൊക്കെയോ കളിക്കുന്നു കഴിച്ചവര്. നമുക്കാണെങ്കിൽ എനിക്കിവിടെ വെള്ളം തെറിക്കുന്നതിൻ്റെ പ്രശ്നമുള്ളൂ, ഇല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. പോട്ടെ. ഇവിടെ നനയുന്നടാ അവിടെ നിന്നിട്ട്. ഇവൻ കയറുന്നില്ല. അവന്മാർ കയറി പോകുന്നില്ല. ആണോ? കൂൾ. വീഡിയോ എടുക്കേ. സോ ഗൈസ്, സിമ്പിൾ പരിപാടി. നമുക്കിത് ജിലേബി കേസ് കിട്ടു. പക്ഷെ ഇവർ കയറിയൊന്നുമില്ല. ഇവർ കയറി പോയിട്ട് വേണം നമുക്ക് കയറി പോകാൻ. നിൻ്റെതാ? ഓ, അബി കയറി വരികയാണ് സ്റ്റിക്കി വാട്ടർഫാൾസിലൂടെ. അബിക്കൊക്കെ ഇത് ജിലേബിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അബി കയറുന്നത്. സുഖമായില്ലേ? പെട്ടെന്ന് കയറിയില്ലേ? ഇനി നമുക്കിത് പെട്ടെന്ന് ഇറങ്ങണം. ഇറങ്ങണമെങ്കിൽ ഇവന്മാർ മാറണം. ഇറങ്ങിയാ? ഇവരിറങ്ങാണ്ട് നമുക്കിത് ഇറങ്ങാൻ പറ്റും. ഓ, കുത്തനെ സ്റ്റീക്ക് ഗൈസ്. പക്ഷെ ഒരു കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഇതിന് മേലോട്ട് കയറി പോവാ. പക്ഷെ ഭയങ്കര തിരക്കാണ്. മേലോട്ട് കയറുകയാണ് ലാസ്റ്റ് പാർട്ടിലോട്ട്. കൂൾ ആസ് വിസിൽ. സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്, ഒരു സീനുമില്ല. നമുക്ക് ഇതൊരു അത്ഭുതം തന്നെ കേട്ടോ. ഒരു വാട്ടർഫാളിൻ്റെ മേലെ കൂടെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ, പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ഉറപ്പ് കിട്ടുന്നത് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. നമ്മളിതിൻ്റെ ലാസ്റ്റ് പോയിന്റിലോട്ട് എത്തുകയാണ്, ഏറ്റവും ടോപ്പിലോട്ട്. ഇവിടെ എല്ലാവരും കയറും ഇതൊക്കെ പിടിച്ചിട്ട് നടക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു കൂൾ എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക്, എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത്ഭുതം ഞാൻ കയറി വരുന്ന കണ്ടിട്ട്. അങ്ങനെ അഹങ്കാരത്തിനുള്ള പണി കിട്ടി. ഓക്കെ ഞാൻ ആ സൈഡിൽ കയറി ചവിട്ടി കഴിച്ചു. മൂഞ്ചി അഹങ്കാരത്തിനും കൈ അവിടെ ആൾക്കാരിപ്പോൾ എന്നോട് പറയാ സ്ലിപ്പില്ലാത്തടത്ത് കൂടെ കയറിക്കും. നാണക്കേടായി. മൂഞ്ചി
ഇനി കയറ് പിടിച്ച് കയറാം ഗൈസ്. കയറ് പിടിക്കാണ്ട് കയറണ്ട, നമ്മൾ അഹങ്കാരത്തിനുള്ളത് കിട്ടി. എടാ ബാഗിൽ പാസ്പോർട്ട് ഇല്ലേ? ഗൈസ് ബാഗിൽ പാസ്പോർട്ടൊക്കെ ഉണ്ട്. നനഞ്ഞ് കാണുമോ എന്നറിയില്ല. ഇപ്പം എല്ലായിടത്തും തെങ്ങലായല്ലോ. പാസ്പോർട്ട് നനിയല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഗൈസ്. എൻ്റെ കയ്യും ഒക്കെ മുറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പെയിനായിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. രണ്ടു വട്ടം വെക്കാൻ പോയി. കൈ മുറിഞ്ഞു ഗൈസ്. ഓക്കെ, താങ്ക് യു. രണ്ട് തവണ മറിഞ്ഞെട്ടി വീണ് ഫൈനലി നമ്മൾ മേലോട്ടെത്തി. എൻ്റെ ബാഗ് മൊത്തം നനഞ്ഞുണ്ട്. നമ്മളെ പാസ്പോർട്ട് ഇതിലാണ്. നോക്കട്ടെ നനഞ്ഞോന്നില്ലേ. ഇല്ല, പാസ്പോർട്ട് നനഞ്ഞിട്ടില്ല. സേഫ് ഗൈസ്. നല്ല ഫണ്ണാണ്, നല്ല രസമുണ്ട്. അയ്യോ, എൻ്റെ ഫോണ് മൊത്തത്തിൽ നനഞ്ഞു. കൈയൊക്കെ മുറിഞ്ഞടാ. ഞാനവിടെ എന്ത് ഭാഗ്യമായി. എൻ്റെ കാലും ഇപ്പോഴാണ് ഉണങ്ങിയേ, അതുകൊണ്ട് ഇപ്പോഴാണ് ഷൂ ഇടുന്നത്. ഞങ്ങൾ റോട്ടിൽ നിർത്തിയതാണ്. നമ്മൾ വന്ന വഴിയല്ല പോകുന്നത്, വേറൊരു വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കൈ ഇവിടെ ഭയങ്കര പെയിന്. ഇവൻ പറഞ്ഞ് കുഴപ്പമില്ല എന്നാ, ഡോക്ടറാണായതുകൊണ്ട് ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കുക. ഇതിലെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടെന്നിങ്ങനെ ബോർഡ് കാണുന്നുണ്ട്. അതാ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാ ഈ വഴി പോയിട്ട് ചാങ്മായിലോട്ട് പോകും. കുറച്ച് കറങ്ങണം. എന്തായാലും ഇന്ന് വണ്ടി എടുത്തല്ലേ. അതെ, മുതലാക്കിയിട്ട് തിരിച്ചു കൊടുക്കാം. ഇതൊരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ടിപ്പം വെള്ളം മേടിച്ചു. ചെറിയ ചെറിയ ഗ്രാമ വീടുകൾ. ഇവിടുത്തെ 7-Eleven, അതായത് ഗ്രാമത്തിലെ 7-Eleven. വലിയ ഷോപ്പല്ല, ചെറിയൊരു കുഞ്ഞി ഷോപ്പ്. ചേച്ചി നടത്തുന്ന മതി, നീ കുടിച്ചോ. ഇതിൽ വേണേൽ വെച്ചോ. അപ്പോൾ ഞാനൊരു സോഡയും വെള്ളം കണ്ടു കഴിഞ്ഞാൽ ബീറൊക്കെ പോലെ തോന്നും. വെച്ചത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ എന്താണ് സിങ്ക ലെമൺ സോഡ. പിങ്ക് ലെമൺ സോഡ, 0 ഷുഗറും. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ATM കൊള്ളാം. പിന്നെന്തുവാ, പഴം വെക്കാൻ വെച്ച കുട്ടി കട നോക്കി, എന്തൊരു ഭംഗിയാ. ഓല മേഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കട, അതിൽ പഴം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പഴം, മാംഗോ, വേറെ എന്തൊക്കെയോ. കുഞ്ഞ് ഒരു അമ്പലം. പിന്നെ ഇവിടെ എല്ലാ കടയിലും ബീറും ഇതൊക്കെ കിട്ടും കേട്ടോ. നമ്മളതൊന്നും മൈൻഡാക്കണ്ട. ഞങ്ങളിനി ഈ റോഡിലൂടെ ഇങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ പോട്ടെ. തായ്ലാൻഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് മറ്റേ എന്തോ അത് പീച്ചോ, നമ്മളെന്താ പറയുക, ഇതിൻ്റെ കൃഷിയാണ് ഇവിടെ മൊത്തം. ഓരോ വീട്ടിലും അല്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ആരാൻ്റെ സാധനമായതുകൊണ്ട് ഞങ്ങൾ പറിക്കുന്നില്ല, മോശമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ പോവാം. ആ വീട്ടിൽ എല്ലാ വീട്ടിലും എല്ലാവരും ഇത് തന്നെ. നല്ല വീടാടാ. ഇത് വീഡിയോ എടുത്തില്ലെങ്കിൽ വലിയ നഷ്ടവും. കാരണം എന്തൊരു ഭംഗിയുള്ള ഗ്രാമങ്ങളാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. വെറൈറ്റി കുഞ്ഞു കുഞ്ഞു വീടുകൾ. പക്ഷേ ആ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇവർ മാക്സിമം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക. അതായത് സ്കൂൾ കേട്ടോ ഈ കാണുന്നത്. വാഴക്കൃഷി എല്ലാം ഉണ്ട്. നൈസ്. അതിൻ്റെ മുന്നേ അവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടു. ഇത് ഭയങ്കര വെറൈറ്റി പെട്രോൾ പമ്പ്. അത് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞങ്ങളവിടെ പോന്നു പോയി. എല്ലാം രസം. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, വിശപ്പ് കൂടിക്കൂടി വരികയാണ്. അപ്പം നമ്മളൊരു ടൗണിലെത്തി. ആളും മനുഷ്യനൊന്നുമില്ല,
ഇവരൊക്കെ ആളും മനുഷ്യന്മാരൊക്കെ എവിടെ പോയി എന്നറിയില്ല. അപ്പി അല്ല അപ്പിയല്ല അപ്പി പോയിട്ട് പിന്നെ ചിക്കനും റൈസും ഉണ്ടോ എന്ന് ചോദിക്കാൻ പോയിക്കണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോർക്ക് കഴിക്കില്ല. അപ്പം അബിക്ക് പോർക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പം എനിക്ക് വേണ്ടിയിട്ട് കുറേ സ്ഥലത്ത് എന്തില്ല ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടോ ഉണ്ട് എന്നാ പറയും പറഞ്ഞു വൈസ് ഫുഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. സോ ഗൈസ് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. റൈസ് എന്തായാലും ബ്രൈസ്ഡ് വായിച്ചാലും തെറ്റിപ്പോയല്ലോ. ബീഫ് ബേസിൽ. ഇവിടെ ഞങ്ങൾക്ക് ഒരു അച്ചപ്പം പോലത്തെ ഒരു സാധനം കിട്ടി. കുഴലപ്പം കുഴലപ്പം കണ്ടപ്പോൾ നല്ല രസമുണ്ട്. കുഴലപ്പത്തിൻ്റെ രൂപവും അച്ചപ്പത്തിൻ്റെ ടേസ്റ്റും. പക്ഷേ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് ഇല്ലേ? ഇല്ല, ബീഫിൻ്റെ എനിക്കൊന്നുമില്ല. എനിക്കെന്തോ നീ കറക്റ്റ് അച്ചപ്പം മുട്ട സോറി മുട്ടേൻ്റെ ടേസ്റ്റാണുള്ളത്. അപ്പം ഇവിടെ വെള്ളമൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ ജഗ്. ഓക്കെ താങ്ക് യു. നല്ല ബീഫും ചോറും. അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കണം. നമ്മളിവിടെ വന്നതിന് ശേഷം ബീഫ് ഇതുവരെ അങ്ങനെ കഴിക്കാൻ കിട്ടിയില്ല. അപ്പം ആദ്യമായിട്ടാണ് ബീഫ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. കണ്ടിട്ട് വെന്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, വെന്തിട്ടുണ്ട്. എൻ്റെ ഫോൺ അതിനകത്തിരിക്കുമല്ലോ. ഫോൺ എടുത്തായിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്താണ് അർത്ഥം? നല്ല എരിവുണ്ട്. എരിഞ്ഞു ചാവും നമ്മൾ. എന്താണ് എരിയാണോ? മല്ലിച്ചപ്പ് കഴിക്കണം എന്ന്. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം മല്ലിച്ചപ്പ്. ഇതുണ്ടോ? ഇത് മൊത്തം മല്ലിച്ചപ്പ് കഴിച്ചു. ഇത് മാറ്റി വെക്കട്ടെ, എന്നിട്ട് കഴിക്കട്ടെ. ഗൈസ്, ഞങ്ങൾ ഉൾഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിലെ റോഡും ഇവിടുത്തെ ഒരു വൃത്തിയൊന്ന് നോക്കിയേ. നല്ല കോൺക്രീറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കി വെച്ചിരിക്കുക. ഓരോ കടലാസോ ഒന്നും റോട്ടിലില്ല. കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു കുളിർമയായിട്ടും. ഓ, നമ്മളെ നാടൊക്കെ ഒന്ന് എന്നെങ്ങനെ ആവുക. ആദ്യം മനുഷ്യന്മാർ റെഡിയാവണല്ലേ. റെഡിയാവാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ, നല്ല മരം വെച്ചുണ്ടാക്കിയ വീടുകൾ. ഫസ്റ്റ് ഫ്ലോറും കോൺക്രീറ്റും സെക്കൻഡ് ഫ്ലോറും മരം കൊണ്ടൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ഭംഗി, എന്തൊരു ഭംഗിയാണ് ഇത്. എവിടെ ക്യാമറ വെച്ചാലും ഒരു ഭംഗി കിട്ടുക. എന്തായാലും അടിപൊളി. ഇവിടേക്ക് എല്ലാ വീട്ടിൻ്റെ മുന്നിലൊരു കോയിൻ്റെ മേലൊരു പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ്, പൂ വെച്ചിട്ടിങ്ങനെ പൂമാലിട്ടേക്കൂലേ, അതൊക്കെ എന്തിനാണെന്നറിയില്ല. ഓരോരോ കൾച്ചറിൻ്റെ ഭാഗമായിട്ടായിരിക്കും. സോ നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ 39 വന്നു. എത്രടാ? 39 ഭാഗത്ത്. ഇവിടെ നമ്മുടെ നാട്ടിലെ അതേ പൈസ. നാട്ടിലേക്കാട്ടി കുറച്ച് കൂടുതലാണ്. നമ്മൾ തിരിച്ച് ചാങ്മായിൽ നമ്മൾ ഹോസ്റ്റലിലെത്തിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് എത്ര മണിക്ക് പുറപ്പെട്ടു? നമ്മളിവിടുന്ന് ഒരു 11 മണിക്ക് പുറപ്പെട്ടു. ഒരു 12, 1, 2, 3, 4 5 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ട്രിപ്പ് തീർത്തിട്ട് തിരിച്ചെത്തി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ എലിഫൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു കഫേയൊക്കെ ഉണ്ട്. അതായത് ആനേനെ കാണാൻ. അത് വയനാട്ടുകാരനായ എനിക്ക് വർഷത്തിൽ ഒരു 10 പേരെങ്കിലും ചവിട്ടിക്കൊല്ലുന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആനേനെ കാണാൻ നമുക്കൊരു പുത്തിരിയല്ല. അപ്പോൾ ഇവൻ പറഞ്ഞ് ഇവനും കാണണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ ഒരു കഫേ ഉണ്ട് കപ്പിൾസിനൊക്കെ പറ്റിയ. അത് കിടിലനാ. അതിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമ്മൾ കപ്പിൾസൊക്കെ ആയിട്ട് വന്നിരുന്ന് ജസ്റ്റ് ഒരു എൻജോയ് ചെയ്യാനേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പറ്റിയൊരു വൈബല്ല. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു രസം തോന്നിയില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ വണ്ടി ഒന്നെങ്കിൽ നാളെ രാവിലെ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കൊണ്ട് കൊടുക്കാം.
അപ്പോൾ ഞങ്ങളിങ്ങനെ ക്ഷീണിച്ച് അതുകൊണ്ട് പ്ലാനില്ല. വെയിലുമാണ്. 6:30 വരെ ടൈമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നാളെ 10:30 കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല 10:30 നാളെ. എഴുന്നേറ്റ് 9:30 യെസ്. അപ്പോൾ ഗായ്സ് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വിശേഷമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.